ഒടുവിൽ പൂക്കി സതീശ മേനോൻ മുഖ്യമന്ത്രിയുടെ ഉഡായിപ്പ് വാഗ്ദാനത്തിൽ സതീശ മേനോന് തന്നെ വോട്ട് കുത്തിയ കേരളത്തിലെ LP സ്കൂൾ ടീച്ചേഴ്സ് ഉദ്യോഗാർത്ഥികൾ ഈ പൊരിവെയിലത്ത് ചുട്ടുപൊള്ളിക്കിടക്കുന്ന താറിട്ട നടുറോഡിൽ, അതും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിരുന്ന് പ്രതിഷേധിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് വരെ പൂക്കിസം കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഉറക്കമുളച്ചു പഠിച്ച് തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലി നേടിയെടുക്കുവാൻ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും പൊരിവെയിലത്തേക്ക് നിർത്തി സമരം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് LPST ഉദ്യോഗാർത്ഥികളായ അമ്മമാരും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ദൃശ്യം നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കണം. സർക്കാർ സ്കൂളുകൾ ഇതാണ് പൂക്ക് വിസ്മയം, ഇതാണ് പൂക്ക് വിസ്മയം. കോള് നൽകി ജോലി നേടി 7 സ്കൂളിൽ നിയമനം ജോലി പോയ സർക്കാർ സ്കൂള് ജീവിതമാകെ പ്രതിസന്ധിയിലായി കയ്യിൽ വന്നു LPST, കയ്യിൽ വന്നു LPST. അപ്പോൾ പിന്നീടല്ലേ മനസ്സിലായത് താൽപ്പണത്തിന് വിലയില്ല. ഓർമ്മയില്ലേ മന്ത്രിമാരെ, 4 മാസം മുന്നേ ഞങ്ങൾ ചട്ടം പോകണം. കണ്ടില്ലേ, പൊരിവെയിലത്ത് ചുട്ടുപൊള്ളുന്ന ടാറിട്ട റോഡിൽ അവർ മുട്ടിൽ നിന്ന് സമരം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? വർഷങ്ങളോളം ഉറക്കമുളച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും അവർ അർഹിച്ച ജോലി കിട്ടുന്നില്ല. ഗതികേടെന്നല്ലാതെ എന്താണ് ഇതിന് പറയേണ്ടത്? ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിരുന്ന് പ്രതിഷേധിക്കുന്നവർ ക്രിമിനലുകളല്ല, യാതൊരു കുറ്റം ചെയ്തവരുമല്ല. മറിച്ച് തങ്ങളുടെ കുടുംബത്തെ, തങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി വർഷങ്ങളോളം ഉറക്കമില്ലാതെ പഠിച്ച് റാങ്ക് ഹോൾഡേഴ്സ് ആയവരാണ്. അവരെ പോലും നമ്മുടെ പൂക്കി സതീശ മേനോൻ സർക്കാർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പോയി വാഗ്ദാനമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയത്? ഇത് മാത്രമല്ല, പൂക്കി സതീശ മേനോൻ സർക്കാരിന്റെ പൂക്കിസ വിസ്മയങ്ങൾ ഇതിനും അപ്പുറത്തേക്ക് ഇനിയുമുണ്ട്. എന്താണെന്നല്ലേ? അതായത് LP സ്കൂളുകളിലെ ടീച്ചർമാരെ പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. ഇത് മറ്റൊരു തരത്തിലുള്ള പൂക്കിസം. എന്റെ പേര് ഷാൻലി ആന്റണി എന്നാണ്. ഞാൻ ഗവൺമെന്റ് LPS കുന്നങ്കരി സ്കൂളിലെ HM ആണ്. എന്റെ സ്കൂളിലെ ഒരു ടീച്ചറിന്റെ ജോലി ഒരു സുപ്രഭാതമായപ്പോൾ ജോലിയില്ല, വീട്ടിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഇതാണ് കോൺഗ്രസ് സർക്കാരിന്റെ വിസ്മയം. ഞങ്ങൾ കണ്ടു. PSC ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂവും പാസ്സായി സർക്കാർ ജോലിയും കിട്ടിക്കഴിഞ്ഞ് സർക്കാരിൽ നിന്ന് പിരിച്ചുവിടുക. ഇത് എവിടുത്തെ നിയമമാണ്? എവിടുത്തെ നിയമമാണ്? സാധാരണ HM പ്രമോഷൻ കൊടുക്കും. HM പ്രമോഷൻ കൊടുത്തതിന് ശേഷം ഓൺലൈൻ ട്രാൻസ്ഫറുകൾ ചെയ്യും. അതിനുശേഷമേ മിച്ചം വരുന്ന അധ്യാപകരെ ഇന്ന് വരെ LDF സർക്കാർ അവരെ തള്ളിവിട്ടിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏതെങ്കിലും തസ്തികയിൽ അവരെ ഇരുത്തുകയാണ് ചെയ്തത്. കേരള ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെ ഒരു അധ്യാപകരുടെ പോലും ജോലി ഇതുപോലെ നഷ്ടമായിട്ടില്ല. ഇത് തികച്ചും അപലപനീയമാണ്. ഇത് റദ്ദാക്കിയേ പറ്റത്തുള്ളൂ. ഇത് കത്തിച്ചു കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്ത്, ഇന്നലെ വൈകുന്നേരം വരെ വർക്ക് ചെയ്ത്, അതിന്റെ കൂട്ടത്തിൽ തന്നെ സെൻസസ് ഡ്യൂട്ടിയും ഉണ്ട്. അതും ചെയ്തു വരുന്ന അധ്യാപകരാണ്. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലി ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങളെല്ലാരും കഷ്ടപ്പെട്ട് പഠിച്ച് എത്തിയ ഒരു പൊസിഷനാണത്. പെട്ടെന്ന് നമ്മുടെ ജോലി ഇല്ല, അല്ലെ വരുമാനം ഇല്ല എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവർക്കും എന്ത് സങ്കടം വരും.
വീട്ടുകാരെന്ത് വിചാരിക്കും? അത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ച ജോലിയാണ്, ഒറ്റ വാക്കിലില്ല എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥയും. ഞാൻ കയറിയിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. GLPS മുടുക്കുന്നു. ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ, അതായത് സതീശ മേനോൻ മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് തൊട്ട് താഴെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ പൊരിവെയിലത്ത് 4-5 വയസ്സായ സ്വന്തം മക്കളെയും കൊണ്ടുവന്ന് സമരത്തിലിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതും ചുട്ടുപൊള്ളുന്ന ടാർട്ട റോഡിൽ മുട്ടിലിരുന്നു കൊണ്ടാണ് അവരുടെ പ്രതിഷേധം. അവർക്ക് സർക്കാർ കോടികൾ ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നുമല്ല പറയുന്നത്, മറിച്ച് അവർ ഉറക്കമുളച്ചു പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന ആ ജോലി അവർക്ക് വേണം, അർഹതപ്പെട്ട ജോലി അവർക്ക് കൊടുക്കണം എന്നൊരാവശ്യം മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും അതുപോലെ തന്നെ MSC എന്ന് പറയുന്ന വൻകിട കമ്പനിയുമായി ഉണ്ടാക്കിയ ഡീലുകൾക്ക് വേണ്ടി എടുത്ത സമയം പോലും വേണ്ട ഈ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെ ഈ പ്രശ്നം പരിഹരിച്ച് ഒരു ഒപ്പിട്ട് കൊടുക്കാൻ. പക്ഷെ അതിനൊന്നും നമ്മുടെ കേരളത്തിലെ പൂക്കി സതീശ മേനോൻ സർക്കാരിന് വലിയ മൈൻഡില്ല, അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവർ വേണമെങ്കിൽ അവർ പ്രതിഷേധിച്ച് സമരം ചെയ്ത് അവരുടെ കാല് ചുട്ടു പൊള്ളുമ്പോൾ അവരെണീച്ചു പൊക്കോളും എന്ന രീതിയിലാണ് സതീശ മേനോൻ സർക്കാർ അവരുടെ അടുത്ത് പെരുമാറുന്നത്. എന്തായാലും നമ്മുടെ കേരളത്തിലെ UDF ഗവൺമെന്റ് കണ്ണു തുറന്ന് കാണേണ്ട ഒരു പ്രതിഷേധമാണ്, ഒരു സമരമാണ്. കാരണം അവർ ഒന്നും നിങ്ങളിൽ നിന്നും പിടിച്ചു വാങ്ങുവാനല്ല അവിടെ വന്നിരിക്കുന്നത്. അർഹതയോടുകൂടി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ജോലി അവർക്ക് വേണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഉറപ്പായും സതീശ മേനോൻ സർക്കാർ കണ്ണു തുറന്ന് തന്നെ അവരുടെ സമര പ്രതിഷേധം കണ്ടിരിക്കണം, കാതു തുറന്ന് അവരുടെ ആവശ്യങ്ങൾ കേട്ടിരിക്കണം. ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ അവർക്ക് കൊടുത്ത ഉഡായിപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് എന്ന് ഓർത്താൽ നല്ലത്.